അപ്പോൾ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചാൽ മതി എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ, അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ അത് വീഡിയോ ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നു. പക്ഷേ ഈ വീഡിയോ ഒക്കെ അവരെ പബ്ലിക്കാക്കിയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായിട്ട് സ്നേഹിച്ച് ഒളിച്ചോടിയ ഒരു പെണ്ണ്, അവരെ ഭർത്താവ്, അതായത് ചേച്ചിൻ്റെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ്. ഏത് സ്റ്റാൻഡാണെന്നോ എന്താണെന്നൊന്നും അറിയില്ല. അവരിങ്ങനെ വീഡിയോ ഇട്ടു, ഞങ്ങളെ തെരഞ്ഞു വരരുത്, ഞങ്ങളുടെ ഇഷ്ടപ്രകാരം പോകണം, ഞങ്ങളുടെ ഈ ഒരു ബന്ധം എൻ്റെ ചേച്ചിക്കൊക്കെ അറിയാം എന്ന രീതിയിലാണ് അവൾ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് കേൾക്കാട്ടോ. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്ക്. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനുമായിട്ട് വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രം അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രം അറിയുള്ളൂ. ചേച്ചിയൊന്നും മിണ്ടാണ്ട് വെക്കായിരുന്നു. അല്ല, എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടനുള്ളത്. അതിപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും വരരുത്. അപ്പോൾ വീട്ടുകാർ ഉറപ്പിച്ച കല്യാണം അവൾക്ക് താല്പര്യമില്ല. അവൾക്ക് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനുമായിട്ട് ജീവിച്ചാൽ മതി, ഞങ്ങളുടെ ബന്ധങ്ങളൊക്കെ ഒരുപാട് കാലങ്ങളായി തുടങ്ങിയിട്ട് എന്നാണ് പറയുന്നത്. വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ളൂ ആ പെൺകുട്ടിക്ക്. പക്ഷേ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നിജുവിനും എല്ലാ കാര്യങ്ങളും അറിയാം. അല്ലാതെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും, തിരിച്ചു വരും. എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഞാൻ വരും. ഞങ്ങൾ ഏകദേശം നമ്മളൊക്കെ ചേച്ചിൻ്റെ ഭർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ചോര കൂടെ പിറന്ന ഒരു ബ്രദർ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ എല്ലാവരും കാണുക. പക്ഷേ ഇവൾക്ക് അങ്ങനെ കാണാൻ താല്പര്യമില്ല എന്നാണ് ഇവൾ പറയുന്നത്. ഇതിനെ ശരിക്കും നമ്മൾ തുറന്ന് വിളിക്കുന്നത് അവിഹിതം തന്നെയാണ്. കാരണം ഈ ഒരു പ്രായത്തിൽ അവളുടെ ശരീരത്തിനോട് തോന്നുന്ന ഒരു കാമം, അത് തന്നെയാണ് ഇവന് ഉള്ളത്. അല്ലാതെ വേറെ ഒന്നും ഇതിൽ പറയാനില്ല. ആ ഒരു സംഭവങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ എല്ലാം അവസാനിക്കും. പിന്നെ അത് പ്രശ്നങ്ങളിലേക്ക് വരും എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മൾക്ക് ഒരുപാട് നമ്മളൊക്കെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നതല്ലേ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതല്ലേ. അവർക്ക് എന്താണോ ആവശ്യം അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അതോടുകൂടെ പിന്നെ ആദ്യ ഭാര്യ നിൻ്റെ ചേച്ചിയാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് പോകും. ഇങ്ങനെയുള്ള ആളുകൾ അങ്ങനെ തന്നെയായിരിക്കും. എന്ത് കണ്ടിട്ടാണ് ഇവളുടെ പിന്നാലെ നടക്കുന്നതെന്ന് അറിയില്ല. ഇനി ഇവളുടെ ഇപ്പോൾ രക്തം തിളയ്ക്കുന്നൊരു ശരീരമാണല്ലോ. അപ്പോൾ ആ ശരീരത്തിനെ മോഹിച്ചുകൊണ്ട് തന്നെയാണ് ഇവളുടെ പിന്നാലെ നടക്കുന്നതെന്ന് ഏത് കണ്ണുപൊട്ടനും അറിയാം. എന്തായാലും സൂക്ഷിച്ചാൽ നല്ലത്. പിന്നെ ദുഃഖിക്കേണ്ടി വരും എന്ന് 100% എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അത്രയും പ്രിയപ്പെട്ട ഒരാളായി മാറി ചേച്ചിൻ്റെ ഭർത്താവ്. ഇവിടെ കാണുന്ന ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ എനിക്ക് 2 കുത്തു കൊടുക്കാനാണ് തോന്നിയത്. കാരണം ഇത്രയൊക്കെ പ്രായമായില്ല, ഇത്രയൊക്കെ ബുദ്ധിയില്ലേ. ആ ഒരു പാവം ചേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് മക്കളുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, എനിക്ക് എല്ലാം ശരിയാക്കി കഴിഞ്ഞതിന് ശേഷം 3 കുട്ടികളെയും വിളിച്ചിട്ട് പോകണമെന്ന്. അല്ല, 2-3 ആൾക്കാരെ കൊണ്ടുപോകാനുണ്ടെന്ന്. അതായത് സ്വന്തം മക്കളെ കൊണ്ടുപോകേണ്ട കാര്യമാണ് ഇയാൾ ഈ പറയുന്നത്. ആയാലും ഏതുവരെ ഓടുന്നറിയാം, ഓടിയാൽ ഏതുവരെ ഓടുന്നറിയാലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു ബന്ധവും. അധികകാലവും നിൽക്കില്ല. പുളിപ്പ് തീർന്നു കഴിഞ്ഞാൽ അവളെ നിന്നോളും. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുമ്പിട്ട് നിൽക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിടുക. അപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു വീഡിയോ ആക്കി ഇടാനും മറ്റുള്ളവരിങ്ങനെ നിങ്ങളെ കുത്തിപ്പറിക്കാനും ഒക്കെ ഒരു ഇട കൊടുക്കുക. പിന്നെ നിങ്ങൾ കാരണം എന്താ പറയുക, സമൂഹത്തിൽ തലനിവർത്തി നടക്കാൻ പറ്റാതാക്കിയത് നിങ്ങൾ കാരണമാണ്. കാരണം ആ കുട്ടികൾ, നിങ്ങളുടെ ആദ്യ ഭാര്യ, മക്കൾ, ഇവർക്കൊക്കെ ഇത് ബാധകമാണ്. ഒരിക്കലും ഇനി നിങ്ങൾ തിരിച്ചു വന്നാൽ അവർ കയറ്റാതിരിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ആ ചേച്ചി തൻ്റെ ഇടത്തോടെ ജീവിക്കട്ടെ എന്ന് പറയാൻ എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളൂ. പുകഞ്ഞ കൊള്ളി പുറത്ത്, അത്ര ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എത്ര പറയാൻ പറ്റും? ഇത്രയും വിദ്യാഭ്യാസമല്ലോ, ഒന്നുമില്ലെങ്കിലും പഴയ കാലഘട്ടങ്ങളൊന്നും അല്ലല്ലോ. നൂറ്റാണ്ടുകൾ മാറും തോറും ബുദ്ധി കുറയുകയാണോ ചെയ്യുന്നത്? അതാണ് ഈ ശരീരത്തിനോടുള്ള ഈ ഒരു കാമം ഉണ്ടല്ലോ, അത് തീർന്നു കഴിഞ്ഞാൽ കഴിച്ചു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.